ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് തൃശ്ശൂർ സൂ ഒന്ന് നോക്കി കണ്ടാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ടിലത്തെ എൻട്രൻസ് ആണ്. നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കുറച്ച് പാരറ്റിനെയാണ് കാണുന്നത്. ഇത് മോതിരത്തത്തയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിങ് ഈ ബോർഡുമേ കാണുന്നുണ്ട്. മോതിരത്തത്തയുടെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് പഞ്ചവർണ്ണ തത്തയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ തത്തയെന്ന് പറയണേ. അതിൽ ആഫ്രിക്കൻ ചാരത്തത്തയും കാണാൻ സാധിക്കും. തത്തയുടെ പോർഷൻസ് കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് ഓസ്ട്രിച്ചിൻ്റെ കൂടാണ്. കൂടല്ല, അവരിങ്ങനെ ഓപ്പൺ പ്ലേസിൽ നിൽക്കുന്നതാണ്. ഗ്രില്ലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഓസ്ട്രിച്ചസ് ഉണ്ട് കേട്ടോ. റിയ എന്നാണ് ഈ ബോർഡുമേ ഇതിൻ്റെ പേര് എഴുതി വെച്ചേക്കണത്. കൂടാതെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിങ്ങും ഇതുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നടക്കുന്ന പോർഷൻസിൽ ഇതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഔഷധ ഗുണമുള്ള ട്രീസാണ്. വയ്യങ്കത, നീർമരുത്, അങ്ങനെയുള്ള കുറേ ട്രീസാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോക്യൂപൈൻ്റെ കേജാണ്. മുള്ളമ്പന്നി ഒരെണ്ണം പുറമെ കറങ്ങി നടക്കുന്നുണ്ട്, ഒരെണ്ണം കൂട്ടിലുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡിയേഴ്സിൻ്റെ കൂട്ടാണ്. പുള്ളിമാനാണെന്ന് തോന്നുന്നു. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ആണാണോ ഒന്ന് ഈ മാനിനെ കൂടാതെയുള്ള മൃഗത്തിൻ്റെ പേര് മിഥുൻ എന്നാണ്. പിന്നെ അത് നെക്സ്റ്റ് കാണാനുള്ള ക്യാബിൻ ബോട്ട്സ് ആണ്. കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചാർന്ന ബോട്ടിൻ്റെ ഒരു രൂപമാണത്. അടുത്തത് ഒട്ടകപ്പക്ഷികളാണ്. ഓസ്ട്രിച്ച്, അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ചീങ്കണ്ണിയാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു പാർക്കാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമാണ് സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കയറ്റത്തുള്ളൂ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആണ്. വളരെ ചെറിയ പാർക്കാണ് കേട്ടോ. എൻ്റെ മോൾക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് പോകാമെന്ന് കൊണ്ട് വരിക ചെയ്തത്.
ഇനി നെക്സ്റ്റ് കുറച്ച് മങ്കീസിൻ്റെ കേജാണ് കേട്ടോ. എന്താ കാണാത്തെ? ഒരു മങ്കി മുകളിലിരിക്കുന്നുണ്ട്. വേറൊരു കേജുമ്പോൾ 4 എണ്ണം. ഒരു ഫുഡിന് വെയിറ്റ് ചെയ്ത് ഇരിക്കാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വിളിക്കണതൊന്നും ശ്രദ്ധിക്കണ പോലും ഇല്ല. കണ്ടില്ലേ, ആരെയോ കാത്തിരിക്കുന്ന പോലെ. ഫുഡിനെ വേറെ ഒന്നല്ല, ഫുഡ് വരാറായി ഉണ്ടാവും. നെക്സ്റ്റ് സ്വർണ്ണക്കോഴിയുടെ കേജാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ആ ബോർഡുമേ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇത് പെയറ് സ്വർണ്ണക്കോഴി കേട്ടോ, കേജുമുള്ളത്. ഈ കോഴിയുടെ പേര് വായിക്കണമെങ്കിലും പറയണമെങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ കാണിക്കാമേ, ആവശ്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഈ കോഴി സ്വർണ്ണക്കോഴിയുടെ ലുക്കില്ലെങ്കിലും പേര് ഇത്തിരി കട്ടിയാട്ടോ. ലേഡി ആംഹേഴ്സ് ഫെസൻറ്റ് കഴിക്കണമെങ്കിൽ ലേഡി ആംഹേഴ്സ് ഫെസൻറ്റ് റിസോലഫസ് ആംഹേഴ്സ്യ. മീൻ മുതല എന്ന് പറയുന്ന ഒരു മുതലയാണ്. അടുത്തത് മയിലാണേ. ഒരാളെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേര് വെള്ളക്കൊക്ക് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണേ. വെള്ളക്കൊക്ക് എന്നുണ്ട്, വെള്ള കളറൊന്നല്ല കാണുന്നത്. നെക്സ്റ്റ് കൃഷ്ണമൃഗം. നെക്സ്റ്റ് ഹിപ്പോപ്പൊട്ടാമസും മ്ലാവ്. അത് ഒരു വേറെ പോർഷനിലാണ്. അത് നമ്മൾ സ്റ്റെപ്പ് കയറി ഈ പാർക്ക് പോകുന്ന വഴിയിൽ പാർക്ക് കാണാറുണ്ട്. ഇതാണ് കേട്ടോ മ്ലാവ്, കലമാൻ, സാമ്പാടിയർ എന്നൊക്കെ പറയണ എന്താണ് മ്ലാവ് ഐറ്റം. രണ്ട് മനുഷ്യക്കുട്ടികളുണ്ട്, അത് എൻ്റെയാണേ. ഇത് നാഗവൃക്ഷം എന്ന് പറയുന്നൊരു ട്രീ ആണ്. ഇതുമ്പോൾ എന്തൊക്കെയോ കായ തൂങ്ങി കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിനൊരു ഫ്ലവർ ഉണ്ട്, അതിൻ്റെ പീസസാണ് വീണുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന്. ഇതാ കാണുന്ന ഫ്ലവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത് വൃക്ഷം. ദേ ഹിപ്പോപ്പൊട്ടാമസ്. എവിടെയാ? It's sweating a lot, man.
അതിന്റെ മിൽക്ക് പിങ്ക, പിന്നെ അതിന്റെ സൺക്രീമും പിങ്ക, മിൽക്കും പിങ്ക. യെസ്. He really wants to know me. Yes, ഇവിടെ വേറൊരു വലിയ ഒരെണ്ണം കൂടി ഉണ്ട്. അതൊരു ഹിപ്പോ. അതിന്റെ മിൽക്കും ഉണ്ട്. 2 ഹിപ്പോസ്. പിങ്ക, പിന്നെ അതിന്റെ പാലും പിങ്ക. പാലെവിടെ പോയിണ്ട്? വെള്ളത്തിൻ്റെ അടിയിൽ. ഈ കേജ് എന്തിൻ്റെയോ കേജാണ്, ഒന്നിനും കാണാനില്ല. അത് കാരണം എന്താ അതിലെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് കുറുക്കൻ്റെ കേജാണ്. കുറുക്കൻ നടക്കുന്നത് കാണാം. 2 ഉണ്ട് കേട്ടോ. കേജിൽ കൂടാതെ ഇതേ പുറമേയും കുറേ കുറുക്കന്മാർ ഉണ്ട്. മ്യൂസിയത്തിന് ഫ്രണ്ടിലുള്ള വഴിയാ, വഴിയല്ല, ഫ്രണ്ടേജാണ്. ഷോ ആണ്. അത് പ്രത്യേക ടൈമിങ്ങിന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കാർണിവോറ കോർണറാണ്. ഇതേ ഒരു കടുവ, ടൈഗർ. ആള് ഭക്ഷണം കിട്ടാതെ ക്ഷീണിച്ച അവശനായി കിടക്കുകയാണ്. ഭക്ഷണം കിട്ടാതെ എന്ന് പറയാൻ കാരണം അവർക്കുള്ള മീറ്റ് അവിടെ കട്ട് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അത് കാരണമാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് അവർ കൊടുക്കാത്തതെന്നല്ല ഉദ്ദേശിക്കുന്നത്. லைட்ல தான் அது ஃபுல்லா தெரியுதா? നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ വരുന്നുണ്ട്. ഓപ്പണിംഗ് ആയിട്ടില്ല. ഓപ്പണിംഗ് ആയാൽ നമ്മൾ അതിൻ്റെ വീഡിയോ കൂടെ ഇടുന്നതാണ്. അതുകൊണ്ട് കുറേ ഐറ്റംസിനൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും മയിലുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നാടൻ കുരങ്ങുകളാണ് കേട്ടോ.
അത് റെപ്റ്റൈൽ ഹൗസാണ്. മലമ്പാമ്പ്, പെരുമ്പാമ്പ് രണ്ടും തന്നെ. ഇത് മോർഗൻ പാമ്പാണ്. കോബ്രാസിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, മൂർഖൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുകൂടാതെ നീർക്കോലി, പച്ചിലപ്പാമ്പ് അങ്ങനത്തെ പാമ്പുകളും ഉണ്ട് കേട്ടോ. കൂടാതെ ചേരയും ഉണ്ട്. ഈ കാണുന്ന പച്ച കളറിൽ ചുറ്റി കിടന്ന വള്ളി പോലുള്ള പാമ്പാണ് കേട്ടോ പച്ചിലപ്പാമ്പ്. അത് കഴിഞ്ഞാൽ വീണ്ടും മോർഗൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഒരാൾ കിടന്നുറങ്ങുന്നു. ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ വരാൻ പറ്റിയ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ 2 മ്യൂസിയംസും ഉണ്ട്. അവിടെ നിന്ന് വീഡിയോ അലൗഡ് അല്ല, അതുപോലെ നമുക്ക് വീഡിയോസൊന്നും
ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ റെപ്റ്റൈൽസിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. കാഴ്ചകളിൽ ഏറ്റവും അവസാനം ഈ ഉരകവർഗ്ഗങ്ങളാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സൂ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ പറഞ്ഞ പോലെ 1-2 ഐറ്റംസും കൂടെ കാണിക്കാനുണ്ട്. ഇത് ഒരു ആമയാണിത്. നെക്സ്റ്റ് ഉടുമ്പാണേ. ഉടുമ്പിനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. ഇതാണ് ഉടുമ്പ്. നെക്സ്റ്റ് ഒരു മലയണ്ണാനാണേ. അതിൻ്റെ പേര് ജൂലി എന്നാണ്. ജൂലി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്തോട്ട് വരുന്ന അടുത്ത സെക്യൂരിറ്റി പറഞ്ഞു, ഗാർഡ് പറഞ്ഞു. അപ്പം നമ്മുടെ സൂ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണേ. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.